ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ നല്ല അടിപൊളി ഒരു നാടൻ ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വടകര അല്ലെങ്കിൽ മലബാർ സ്പെഷ്യൽ മുട്ടമാല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 5 മുട്ട എടുത്തിട്ടുണ്ട്, പിന്നെ 1 കപ്പ് ഷുഗർ, പിന്നെ കുറച്ച് പാൽപ്പൊടി, ഒരു 3 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി, പിന്നെ കുറച്ച് ഏലക്ക, പിന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്ക് ഈ മുട്ടയുടെ മഞ്ഞയും വെള്ളയും വേർതിരിച്ചൊന്ന് വെക്കണം. അപ്പോൾ ഞാനതൊന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഒരു 3 അല്ലെങ്കിൽ 4 എഗ്ഗ് എടുത്തിട്ട് ചെയ്ത് നോക്കുക, ഈ ഒരു അളവിൽ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് വളരെ ഈസിയാണ്. പിന്നെ കുറേ പേർക്കൊക്കെ ശരിയാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 2-3 ടിപ്സ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. നമ്മൾ നല്ല സ്വീറ്റൊക്കെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എഗ്ഗിൻ്റെ ഐറ്റംസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ നാടൻ ഐറ്റമാണിത്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഈ വേർതിരിച്ചിൽ നിന്ന് യെല്ലോ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ മുട്ടയുടെ മുകളിലുള്ള ഈ പാട കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊന്ന് അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ 5 മുട്ടയുടെ യോക്കും കൂടിയിട്ട് നമ്മൾ നന്നായിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ നന്നായിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു 5 മുട്ട നമുക്ക് ഒരു 2-3 പേർക്ക് സെർവ് ചെയ്യാൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. അതിനുശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ ബോട്ടിൽ ഈ ഒരു രീതിയിൽ ഹോളിട്ട് കൊടുത്തിട്ടാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മളൊരു പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് കുഴിയുള്ള പാൻ വേണം വെക്കാൻ. എന്നിട്ട് ഇതിലേക്ക് ഈ 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായി തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കുറേ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ പിന്നെ നമുക്കിതൊന്ന് വറ്റി വരാൻ ഭയങ്കര ടൈം എടുക്കും. അപ്പോൾ നമ്മൾ വെള്ളം ഈ ഒരളവിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ അധികം കുറഞ്ഞും പോകരുത്, അപ്പോഴും നമുക്ക് ശരിയാവില്ല. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ കറക്റ്റ് അളവൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ഏകദേശം ഒരളവിൽ അങ്ങ് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാനൊരു ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കയ്ക്ക് പകരം കുറച്ച് വാനില എസൻസ് ഒരു 2-3 ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതിലും ടേസ്റ്റായിട്ട് തോന്നിയത് എനിക്ക് ഏലക്കാണ്. അപ്പോൾ ഇത് പൊടിച്ചിടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഭയങ്കര ഏലക്കയുടെ ഫ്ലേവർ മുന്തി നിൽക്കും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് മുട്ടയുടെ വൈറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മൾ ഷുഗറിൻ്റെ ആ ഒരു എന്താ പറയുക ഫ്രഷ്നെസ് നിലനിൽക്കാൻ, അല്ലെങ്കിൽ ഒരു ഫ്രഷായിട്ട് ഷുഗർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് അതിൽ നിന്ന് കോരിയിട്ട് മാറ്റിക്കളയാം. പിന്നെ ഷുഗർ സിറപ്പ് നന്നായിട്ട് തിളച്ചിട്ട് ഈ ഒരു പരുവാവുന്നത് വരെ തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിന് ശേഷം വേണം അതിന് മുകളിലേക്ക് നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ. ഈ ബോട്ടിൽ വെച്ചിരിക്കുന്ന മുട്ടയുടെ എല്ലാം ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഈ ഒരു രീതിയിൽ പൊങ്ങി വരികയാണെങ്കിൽ നമ്മുടെ മുട്ടമാല ശരിയായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതേപോലെ ഞാൻ എല്ലാ ബാച്ചും ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കോരി വെച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പാനി അധികം വറ്റിപ്പോവാതിരിക്കാനാണ്. അപ്പോൾ നമ്മുടെ ഓരോരോ പ്രാവശ്യം നമ്മൾ ആക്കുന്തോറും നമ്മൾ കുറച്ച് വെള്ളം ഇതേപോലെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പാനി അധികം വറ്റിപ്പോവില്ല. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അധികം കൂടുതൽ വെള്ളം ആവാതിരിക്കാനും ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തത് നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തത് നമുക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമിലാവുന്നത് ശരിയായിട്ടില്ലെങ്കിൽ രണ്ടാമത് നിങ്ങൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്ക് ശരിയാവുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ നന്നായിട്ട് തിളച്ച് വന്നാൽ മാത്രം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ശരിയായിട്ടില്ലെങ്കിൽ നമുക്ക് ഇത് ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം ഇത് വെള്ളമായിട്ട് കലങ്ങിപ്പോവും. അപ്പോൾ നമുക്ക് ശരിയായില്ല എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
ഞാനിത് മുഴുവനായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് വിട്ട് വരുന്നുണ്ട്, മാല പോലെയായി കിട്ടണം. അപ്പോൾ നന്നായാൽ മാത്രമേ ഇങ്ങനെ കിട്ടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് മൊത്തത്തിലൊന്ന് ആ വെള്ളമായിട്ട് കലങ്ങിപ്പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നവർ 1-2 എഗ്ഗൊക്കെ എടുത്തിട്ടൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ പിന്നെ നമ്മൾ ഈ ഒരു ട്രിക്ക് പിടികിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് കുറേ ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ ഈസിയാണ്. പിന്നെ ഈ ഷുഗർ സിറപ്പ് നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം, വറ്റിച്ചെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ഒരു ഹാഫ് ഭാഗം വരെ ആയിട്ട് വറ്റിച്ചെടുക്കണം. അതിന് ശേഷം നമുക്ക് ഈ വൈറ്റ് വെച്ചിട്ട് ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ സ്റ്റീം ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വൈറ്റ് ഭാഗം നമ്മളൊരു മിക്സിയിൽ ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച 3 ടേബിൾ സ്പൂണ് പാൽപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെയുള്ള നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഷുഗർ സിറപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഷുഗർ സിറപ്പ് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി. പിന്നെ ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തു. അതിന് പകരം നിങ്ങൾ ഏലക്ക ചേർത്താലും കുഴപ്പമില്ല. എന്നിട്ട് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഈ ഒരു കൂട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു 10-20 മിനിറ്റോളം നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അപ്പം പെട്ടെന്ന് തന്നെ ഇത് ആയിക്കിട്ടും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് കഴിയുന്ന ഒരു ഐറ്റം കൂടിയാണ്. അപ്പോൾ നമ്മൾ ഇതായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ മുട്ടയുടെ മഞ്ഞയും കൂടിയിട്ട്, അതായത് മാലയും കൂടിയിട്ട് നമ്മൾ കഴിക്കുകയാണ് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു ട്രഡീഷണൽ ഐറ്റം കൂടിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റും കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.